നമസ്കാരം സാർ. ഷൂട്ടിങ്ങിനിടയിൽ സരോജ് സാറിന് കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം റെഡിയായോ? പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് ആരും പറഞ്ഞില്ല സാർ. അതാരെങ്കിലും പറയണോ? മലയാള ഇൻഡസ്ട്രിക്ക് മൊത്തം അറിയാവുന്ന കാര്യങ്ങളല്ലേ. എഴുതിക്കോളൂ. ലഞ്ചിനും ഡിന്നറിനും വേണ്ട വിഭവങ്ങൾ പ്രിന്റ് ചെയ്തത് ഞാൻ തരാം. ഇതല്ലാതെ ഉള്ളതാണ്. എഴുതിക്കോളൂ. ഇളനീർ 30, ആസ്ട്രേലിയൻ ആപ്പിൾ 20, ബദാം കേക്ക് 1 കിലോ, കാഡ്ബറീസ് ബിസ്ക്കറ്റ് 10 പാക്കറ്റ്, പ്ലാച്ചിമട 10 ബോട്ടിൽ. പ്ലാച്ചിമട? അതെ, പ്ലാച്ചിമടയിൽ ഉണ്ടാക്കുന്ന ഒരു പാനീയം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര് മറന്നു. അതിൽ വിഷാംശം ഉണ്ടെന്നാണല്ലോ കേൾക്കുന്നത് പച്ചാളം. അയ്യോ, അത് വേണ്ട. പകരം കരിമ്പിൻ ജ്യൂസിൽ പാലും അണ്ടിപ്പരിപ്പും ചേർത്തെടുക്കട്ടെ. അതിൽ കുറച്ച് കുങ്കുമപ്പൂ കൂടി ചേർത്തോളൂ. കുങ്കുമപ്പൂ. ഗായത്രി കുങ്കുമപ്പൂ കഴിക്കാറില്ലേ? ഇല്ല സാർ. അയ്യോ, കളർ വരാൻ ഇത്രയും നല്ല സാധനമില്ല. ഇതാ എന്നെ നോക്കൂ. സിഗരറ്റിന്റെ കാര്യം പറഞ്ഞു. എടോ 10 പാക്കറ്റ് ജോൺ പ്ലേയേഴ്സ്. അതെ, തൽക്കാലം അത്രയും മതി. രായപ്പനെ മനസ്സിലായില്ലേ? ഞാൻ റഫീഖ്. ഓ ഗോഡ്, എനിക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയമായി. ആരും എന്റെ അടുത്തേക്ക് വരരുത്. ആരും അടുത്തേക്ക്. പച്ചാളം സാർ, എന്നെ രാജപ്പ എന്ന് വിളിച്ചവനെ സൂത്രത്തിൽ ഇങ്ങോട്ടൊന്ന് വിളി. പെരുമാറണോ? പറയാം. താൻ എന്തിനാ ഇവിടെ വന്നു? ഉദയനൊരു വേഷം തന്നു. ഓഹോ, അല്ലാതെ ഗായത്രിയുടെ മുമ്പിൽ വെച്ച് രാജപ്പ എന്ന് വിളിച്ച് എന്നെ നാറ്റിക്കാൻ ഉദയൻ വിട്ടതല്ല. രാജപ്പനെ രാജപ്പാന്ന് വിളിച്ചാൽ നാറ്റാവുന്ന എങ്ങനെയാ? അത് നാറ്റമാണ്. വെറും കൺട്രികളായ എൻ്റെ അച്ഛനമ്മമാർ എന്നോട് ചെയ്ത ചതി. ഇപ്പൊ ഞാൻ സരോജ് കുമാറാണെന്ന് അറിയില്ലേ? എന്റെ നിലയും വിലയും മനസ്സിലാക്കി പെരുമാറിയില്ലെങ്കിൽ ഈ പടത്തും തന്നെ ഞാൻ കട്ട് ചെയ്തളയും. ഓക്കെ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാല്ലേ? ഓക്കെ, എന്താണ് സീന്? ഈ ദേവിയുടെ അച്ഛൻ്റെ സുഹൃത്താണല്ലോ രാമഭദ്രൻ. ഏത് ദേവി? ഏത് രാമഭദ്രൻ? ദേവിയായിട്ട് അഭിനയിക്കുന്നത് പിന്നെ ഗായത്രി. രാമഭദ്രൻ അത് ഞാനായിരിക്കും. എന്നിട്ട് ഗായത്രി ദേവിയുടെ അച്ഛൻ ആകസ്മികമായി മരിച്ചതിന് ശേഷം നിരാലംബയായ ദേവിയെ രാമഭദ്രൻ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ട്രെയിനിൽ വെച്ചുള്ള രാമഭദ്രന്റെ പെരുമാറ്റം ദേവിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഇടയ്ക്ക് ഏതോ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. ആ സീനിന് ശേഷം 1 മാസം കഴിഞ്ഞ് ദേവിയും രാമഭദ്രനും അവിചാരിതമായി കണ്ടുമുട്ടുന്നു. ആ സീനാണ് ഇപ്പോൾ എടുക്കുന്നത്. രാമഭദ്രൻ അന്നത്തെ സംഭവത്തിൽ ദേവിയോട് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ മാപ്പ് ചോദിക്കാനോ? അത് ഇത്തിരി പോകുന്ന ഒരു പെണ്ണിനോട്? ഞാൻ ഇന്ന് വരെ ഒരു സിനിമയിലും ആരോടും മാപ്പ് ചോദിച്ചിട്ടില്ല, അറിയാമോ? സരോജ് സാറിന്റെ ആരാധകർ സ്ക്രീൻ വലിച്ച് കീറും. വേണമെങ്കിൽ അവൾ എന്നോട് മാപ്പ് ചോദിക്കട്ടെ, ട്രെയിനിൽ നിന്ന് സമ്മതമില്ലാതെ ഇറങ്ങിപ്പോയതിന്. അതാണ് അതിന്റെ ശരി. സീൻ മാറ്റി എഴുതൂ. അത് മിസ്റ്റർ സരോജ്, ദേവി എല്ലാത്തിനും മാപ്പി ചോദിക്കുന്ന വേറൊരു സീൻ നമ്മൾ എടുക്കുന്നുണ്ട്. മാത്രവുമല്ല, മിക്ക കഥാപാത്രങ്ങളും ഒടുവിൽ സരോജിനോട് മാപ്പ് പറയുന്ന സീനും ഉണ്ട്. ഓ, ഓക്കെ, സമ്മതിച്ചു. അപ്പൊ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുകയാണ്. നമ്പർ 24 ലെൻസ് ഇട്ടിട്ട് ക്യാമറ ക്രെയിനിൽ എടുത്ത് വെച്ചോളൂ. ക്യാമറ ട്രാക്ക് ആൻഡ് ട്രോളിയിലാണ്. ആരോട് ചോദിച്ചിട്ട്? സാറിന്റെ എല്ലാ പടത്തിലും സാറാണ് ക്യാമറ വെക്കുന്നത്. ഞാനാണല്ലോ ഈ പടം സംവിധാനം ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത്. താൻ എന്തിനു ഉദ്ദേശിക്കുന്നു? കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ എന്റെ പടം കാണാൻ വരുന്നത് എന്നെ കാണാനാണ്. ആർക്കറിയാം ഉദയഭാനു എന്ന് പറയുന്ന സംവിധായകനെ? ക്യാമറ ക്രെയിനിൽ എടുത്ത് വെക്കൂ.